ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള നാച്ചേഴ്സ് പ്ലെൻറ്റി എന്ന ഫസ്റ്റ് യൂണിറ്റാണ് ഹൗ ഫാർ ഈസ് ദ റിവർ. ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന യൂണിറ്റിലെ ആക്ടിവിറ്റിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 1. You have read the story How Far Is the River, haven't you? Now try to remember the story and complete the following suitable. The sentence that impressed you the most. So the answer is, the boy was young and the river was small but the mountain was big. The hands spoke a language of their own. The moment you enjoyed the most. So the answer is, the moment the boy was ankle deep in the painfully cold mountain water. Characters who touched your heart. So the answer is, the boy, the village boy, the girl. The pictures that flashed through your mind. So the answer is, the great white dahlia that reads this golden head. The water in the river is blue and white and wonderful. എന്നാൽ നമുക്ക് ആറ്റിറ്റ്യൂഡിലേക്ക് കടക്കാം. Here are the thoughts of a boy after his nature walk. Read it. Recently I visited a mountain valley, the magnificent valley of Kashmir. It was surrounded by snow-capped Lafi mountain, which made it a land of springing and beautiful. Place for a moment I wondered whether I was in heaven. Really, Kashmir is a land of paradise. ഇനി എന്താണ് ചോദ്യം എന്ന് നോക്കാം. Identify the words phrases he used to express his thoughts. Write them below. കാശ്മീരിനെ കുറിച്ചുള്ള മനോഹരമായ ചിന്തകൾ എക്സ്പ്രസ് ചെയ്യുവാൻ ആ കുട്ടി ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളോ വാക്യങ്ങളോ ഈ പാരഗ്രാഫിൽ നിന്നു കണ്ടെത്തുവാനാണ് ചോദ്യത്തിൽ പറയുന്നത്. സോ ദി ആൻസർ ഈസ് സ്നോ ക്യാപ്ഡ് ലോഫി മൗണ്ടൻ, ദി മാഗ്നിഫിസൻറ്റ് വാലി, വെദർ ഐ വാസ് ഇൻ ഹെവൻ, ലാൻഡ് ഓഫ് സ്പ്രിങ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇനി നമുക്ക് മൂന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കിടക്കാം. The boy who goes in search of the river feels discouraged when he misses the village boy. He looks up and down the mountain path but sees on one. His own home is hidden from view by the side of the mountain, and the river is not in sight either. He wishes someone were with him. What would be his together at the time? Write them below. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പുഴ കാണാനിറങ്ങിയ നമ്മുടെ കഥയിലെ കുട്ടി വില്ലേജ് ബോയോട് യാത്ര പറഞ്ഞ് മടങ്ങിയപ്പോൾ വല്ലാതെ നിരുത്സാഹപ്പെട്ടു. അവൻ മലക്കു ചുറ്റും നോക്കിയെങ്കിലും ആരെയും തന്നെ കാണുവാൻ സാധിച്ചില്ല. അതോടൊപ്പം അവൻ്റെ വീടും മലയുടെ വലുപ്പം കൊണ്ട് മറയ്ക്കപ്പെട്ടിരുന്നു. അവൻ പുഴയിലേക്കു എത്താൻ കഴിഞ്ഞില്ല. ഈ സമയം ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു. കാട്ടിലെ ഒറ്റപ്പെടലും പുഴയിലേക്ക് ഇതുവരെ എത്തിപ്പെടാൻ സാധിക്കാത്തതുകൊണ്ട് ആകെ വിഷമത്തിലാണ് ആ കുട്ടി. അവൻ എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുണ്ടാവുക? This is the third answer. Oh God, I am alone. The village boy was a good friend, but I lost him. My house is not seen from here because of the mountains. I can't see the river also. I want somebody as a companion. He will be a great relief in this loneliness. I hope I will reach the river soon. ഇതോടുകൂടി ഈ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 4. The following are the descriptions of a path to the hill. Read them. കുന്നിലേക്കുള്ള പാതയിലൂടെ വിശദീകരണങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കാം. The path was steep. It was a dizzy winding one. The hill was covered with lush green ferns. The trees were worn with creepers and a great white dahlia suddenly reared its golden head from the leaves and ferns. A trickle of water came from the hillside. The water was cold and sharp, but very refreshing. എന്താണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ, ആ പാത കുത്തനെയുള്ളതും തല കറങ്ങുന്നതുമായിരുന്നു. അതോടൊപ്പം ആ കുന്ന് തളർന്നു വളർന്ന പന്നൽ ചെടികൾ കൊണ്ടും വള്ളിച്ചെടികൾ കൊണ്ടും
ചുറ്റപ്പെട്ടിരുന്നു. അതിനിടയിൽ കൂടെ ഒരു വലിയ ഡാലിയ പുഷ്പം അതിൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള ശിരസ് ഉയർത്തി നിന്നു. കുന്നിൻ്റെ മുകളിൽ നിന്നു വെള്ളം വരുന്നുണ്ടായിരുന്നു. ആ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അത് നല്ല തണുപ്പുള്ളതും കുളിർമയേകുന്നതുമായിരുന്നു. ഇതിനെ തന്നെ വളരെ ഷോർട്ടാക്കിയിട്ടാണ് ബിയിൽ കൊടുത്തത്. ബിയിൽ എന്താണ് തന്നിരിക്കുന്നത് എന്ന് നോക്കാം. The path was steep, the hill was covered with ferns, trees and dahlias. Water came from the hillside. The water was refreshing. ഇനി എന്താണ് ചോദ്യം എന്ന് നമുക്ക് നോക്കാം. Which description is more interesting? Answer is A is more interesting. List the word which add greater effect to the description. Answer is dizzy, winding, near its golden, hat, cold and sharp. Find out the words that describe the place. Answer lush green ferns, the trees, etc. നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. Imagine that after several years the boy visit the place again. He noticed that the place has changed a lot. It has become a tourist spot now. What could be the change? Describe it in your own words. എന്താണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒരുപാട് വർഷങ്ങൾക്കു ശേഷം ആ ബാലൻ വീണ്ടും ആ സ്ഥലം സന്ദർശിച്ചുവെന്ന് നിങ്ങൾ കരുതുക. അവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെന്ന് അവന് മനസ്സിലായി. അതിപ്പോൾ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുന്നു. എന്തെല്ലാം മാറ്റങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുക? ആ മാറ്റങ്ങൾ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാവും അത്? So the answer is I'm so happy to be here again. I'm surprised that there are lot of change here. എനിക്ക് ഇവിടേക്ക് വീണ്ടും വരുവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എന്തെന്നാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. It has become a tourist spot now. Some buildings are here to accommodate the tourists. So the silence and the feel of long lines have gone. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യുവാൻ വേണ്ടി ഇവിടെ കുറേ ബിൽഡിങ്സുകൾ കാണാൻ കഴിയും. അതുകൊണ്ട് എന്താണ് ഉണ്ടായത്? ഇവിടെ ഉണ്ടായിരുന്ന നിശബ്ദതയും ഏകാന്തതയും ഇവിടെ ഇപ്പോൾ കാണുവാൻ സാധിക്കില്ല. Many shops have been opened now. The place is noisy and busy, but the clean and bright color of the river has gone. The river lost its beauty. ഇവിടെ അനേകം കടകൾ തുറന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഇപ്പോൾ കൂടുതൽ തിരക്കേറിയതായി. പക്ഷേ വൃത്തിയുള്ളതും ബ്രൈറ്റുമായ റിവറിൻ്റെ കളർ മാത്രം കാണുവാൻ കഴിയുന്നില്ല. പുഴയ്ക്ക് അതിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു. ഇതാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റിയിലെ ഉത്തരം. Activity number 6. The boy noticed a few placards and posters with slogans written by lovers of nature. Read the slogans. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ആ ബാലൻ കുറച്ച് പ്രകൃതി സ്നേഹികൾ മുദ്രാവാക്യങ്ങൾ എഴുതി തയ്യാറാക്കിയ പോസ്റ്ററുകളും പ്ലക്കാർഡ്സും കാണാൻ ഇടയായി. ആ മുദ്രാവാക്യങ്ങൾ വായിക്കുക. ഏതൊക്കെയാണവ? സേവ് ട്രീ, സേവ് വാട്ടർ, സേവ് ട്രീ, ഹെൽപ്പ് us ബ്രീത്ത്. ഈ മുദ്രാവാക്യങ്ങൾക്കൊപ്പം ഒരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണത്? വാട്ട് ഈസ് ദി മെസ്സേജ് കൺവേഡ് ഇൻ ദി അബവ് സ്ലോഗൻസ്? എന്ത് ആശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ള മുദ്രാവാക്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നത്? എന്താണത്? പ്രകൃതി സംരക്ഷണത്തിനെ പറ്റിയാണല്ലേ. സോ ദി ആൻസർ ഈസ് ഇറ്റ്സ് ഓർ ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് നേച്ചർ. ഈ ചോദ്യത്തിൽ എ ബി എന്ന് രണ്ടായി തരംതിരിച്ച് രണ്ട് ചോദ്യങ്ങളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Now write to other slogan on the need to conserve nature. പ്രകൃതി സംരക്ഷണത്തിന് ആവശ്യമായ മറ്റ് രണ്ട് മുദ്രാവാക്യങ്ങൾ തയ്യാറാക്കുവാനാണ് എ പാർട്ട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തയ്യാറാക്കാം. So the answer is protect earth, let us breathe, save nature, save life. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വനനശീകരണത്തിനെതിരെയുള്ള ഒരു പോസ്റ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ ഒരു വലിയ ടൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതിനു താഴെയായി 2 ചിത്രങ്ങളും നൽകിയിട്ടുണ്ട്. അതിനു മുകളിൽ 2 മുദ്രാവാക്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായി ഒരു മെസ്സേജും കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ചോദ്യം എന്ന് നോക്കാം. What do you see in this poster? Write in the box give below.
നിങ്ങൾ എന്താണ് ഈ പോസ്റ്ററിൽ കാണുന്നത്? അത് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുള്ള ബോക്സുകളിൽ എഴുതാനാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ടൈറ്റിൽ: ലെൻഡ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. ഇല്ലസ്ട്രേഷൻ: പിക്ചർ ഓഫ് എ ബോയ് സിറ്റിംഗ് ഓൺ എ ട്രീ ആൻഡ് എ ഗേൾ ബിനീത്ത് ദി ട്രീ. Picture of some tree cut down and an axe. Slogan: Stop deforestation, save nature. Introduction: Do not cut trees. Message: No tree, no man. ഇനി നമുക്ക് ആക്ടിവിറ്റി 7ലേക്ക് കിടക്കാം. Imagine that the nature club of your school is going to conduct a poster making competition in connection with the World Environment Day. Prepare a poster for the competition. ഈ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിലെ നാച്ചേഴ്സ് ക്ലബ് ഒരു പോസ്റ്റർ മേക്കിംഗ് കോമ്പറ്റീഷൻ നടത്തുവാൻ തീരുമാനിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ മത്സരത്തിനാവശ്യമായ ഒരു പോസ്റ്റർ തയ്യാറാക്കുവാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു പോസ്റ്റർ തയ്യാറാക്കിയാലോ? സോ ദി ആൻസർ ഈസ്: ഓ നാച്ചർ ഈസ് പ്രഷ്യസ്. നമ്മുടെ പ്രകൃതി വളരെ വിലപ്പെട്ടതാണ്. ഡോണ്ട് മേക്ക് ഇറ്റ് എ ഹെൽ, മേക്ക് ഇറ്റ് എ ഹെവൻ. അത് ഒരു നരകം ആക്കരുത്, പകരം സ്വർഗം ആക്കണം. പ്രിസീവ് ദി ഗിഫ്റ്റ് ഓഫ് ദി നേച്ചർ ഓഫ് ദി ഫ്യൂച്ചർ. പ്രകൃതിയുടെ എല്ലാ വരദാനങ്ങളും ഭാവിയിലേക്ക് സംരക്ഷിക്കുക. ഇനി നമുക്ക് 8ാമത്തെ ആക്ടിവിറ്റിക്ക് കടക്കാം. റീഡ് ദി ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദി ബോയ് ഇൻ ദി സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ. ഈ ചോദ്യത്തിൽ എന്താണ് പറയുന്നത്? ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന കഥയിലെ കുട്ടിയെക്കുറിച്ചുള്ള വിശദീകരണമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. He was about 12 years old, a steady boy with untidy black hair and shining black eyes. അവന് 12 വയസ്സായിരുന്നു. അതോടൊപ്പം ഉറപ്പുള്ള ശരീരവും ചീകി ഒതുക്കാത്ത കറുത്ത മുടിയും തിളങ്ങുന്ന കണ്ണുകളുമായിരുന്നു അവന് ഉണ്ടായിരുന്നത്. He had fine feathers and a clear brown skin, but his hands and feet were rough and scratched. അവൻ ഇരുണ്ട നിറമായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ കൈകാലുകൾ പരുപരുത്തതും പാടുള്ളതുമായിരുന്നു. He was barefooted not because he couldn't afford shoes, but because he lacked the feel of warm stones and cool grass. അവൻ പാദരക്ഷകളില്ലാതെ ആയിരുന്നു നടന്നിരുന്നത്. അവന് ഷൂസുകൾ വാങ്ങാനുള്ള പണം ഇല്ലാഞ്ഞതുകൊണ്ടുമല്ല, പകരം പാറകളുടെ ഇളം ചൂടും അതുപോലെ തന്നെ പുല്ലിൻ്റെ തണുപ്പും ആസ്വദിക്കാൻ അവന് വളരെ ഇഷ്ടമായിരുന്നു. ആക്ടിവിറ്റി 8ൻ്റെ താഴെയായി എ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദി വേർഡ്സ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി ബോയ്? ആ കുട്ടിയെ ചിത്രീകരിക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവ പേസേജിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തെല്ലാമാണവ? സോ ദി ആൻസർ ഈസ് ഫിസിക്സ്: സ്റ്റഡി, ഹെയർ, അൺസ്റ്റഡി ബ്ലാക്ക് ഹെയർ, ഐസ്, ഷൈനിങ് ബ്ലാക്ക് ഐസ്, skin, clear brown skin, hand and feet, rough and scratched. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ബിയിലേക്ക് കിടക്കാം. ദി ബോയ് മീറ്റ്സ് എ ഗേൾ ഓൺ ഹിസ് വേ ടു ദി റിവർ. ഡിസ്ക്രൈബ് ദി ഗേൾ വിത്ത് റിഫറൻസ് ടു ദി ഫോളോയിങ്. റൈറ്റ് ഇറ്റ് ബിലോ. ആ ബാലൻ പുഴയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. ആ പെൺകുട്ടിയെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുള്ള സൂചനകൾ ഉപയോഗിച്ച് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാം സൂചനകളാണ് തന്നിട്ടുള്ളത്? അപ്പിയറൻസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ടോക്ക്. നമ്മൾ തയ്യാറാക്കുന്ന പാരഗ്രാഫിൽ ആ പെൺകുട്ടിയെ കാണുവാൻ എങ്ങനെയാണെന്ന് എഴുതിയിരിക്കണം. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ പെരുമാറ്റവും മനോഭാവവും അവൾ എങ്ങനെയാണ് സംസാരിക്കണമെന്നും ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് എഴുതി നോക്കാം. ഇതാണ് ആൻസർ. ഷീ വാസ് അബൌട്ട് 14 years old, a pretty girl with black curly hair and shining black eyes. She was energetic but careless and upset mind while talking to others. ഇനി നമുക്ക് ആക്ടിവിറ്റി 9ലേക്ക് കടക്കാം. Here is a letter written by Anushka. Read and find how Anushka has organized her letter. അനുഷ്ക എഴുതിയ ഒരു കത്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വായിച്ച് എന്ത് ഓർഡറിലാണ് അനുഷ്ക അത് എഴുതിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് കത്ത് വായിക്കാം. അനുഷ്ക, ഗോൾഡൻ ഹിൽ പ്രസ് റോഡ്, ഗോവ, June 16, 2014. Dear Ammu, hope you are doing well. I reached Goa with my parents. We are staying in resort. The weather here is really good. We are planning to go to the beach and the church today. I will send you the snaps after visit all the place.
I wish you were also with me. Regards to all our friends there. See you soon. Take care. With regards, അനുഷ്ക. ഇനി നമുക്ക് ഈ കത്തിൻ്റെ ആശയം എന്താണെന്ന് നോക്കിയാലോ. പ്രിയപ്പെട്ട അമ്മുവിന്, നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കൊപ്പം ഗോവയിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ ഇവിടെ ഒരു റിസോർട്ടിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ വളരെ നല്ലതാണ്. ഞങ്ങൾ ഇന്ന് ബീച്ചിലേക്കും പള്ളിയിലേക്കും പോകാൻ തീരുമാനിച്ചു. ഞാൻ ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചതിനു ശേഷം നിനക്ക് ചിത്രങ്ങൾ അയച്ചു തരാം. നീയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ്. അവിടെയുള്ള നമ്മളെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ അന്വേഷണം പറയുക. നമുക്ക് ഉടൻ തന്നെ കാണാം. സുരക്ഷിതയായിരിക്കൂ. സ്നേഹപൂർവ്വം, അനുഷ്ക. ഇതാണ് ഈ കത്തിൻ്റെ ആശയം. ഈ കത്തിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ദി ബോയ് ഇൻ ദി സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ ഈസ് ത്രില്ലഡ് ആഫ്റ്റർ വിസിറ്റിംഗ് ദി റിവർ. ഹി ഡിസൈഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ടു ഷെയർ ഹിസ് എക്സ്പീരിയൻസ്. വാട്ട് വുഡ് ബി ദി ലെറ്റർ ലൈക്ക്? റൈറ്റ് ഇറ്റ് ബിലോ. എന്താണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന കഥയിലെ ബാലൻ പുഴ കണ്ടതിനു ശേഷം വളരെ പുളകിതനായി. ഈ അനുഭവങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് അവൻ അവൻ്റെ സുഹൃത്തിന് ഒരു കത്ത് എഴുതാൻ തീരുമാനിച്ചു. ആ കത്തിൽ അവൻ എന്തെല്ലാമായിരിക്കും എഴുതുവാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എഴുതി നോക്കാം. സോ ദി ആൻസർ ഈസ് അപ്പു, ശ്രീനിവാസ്, മലപ്പുറം, കേരള, July 9, 2021. ഡിയർ ആനന്ദ്, hope you are doing well. This is a special letter to express my happiness with you. At last I reached my goal. I went to the river beyond the mountain. Really, it was an adventurous trip to the forest. I was along there. Even the silence of the forest has had its own greatness. But when the rolling sound of the river broke the silence, I felt happy. I wish you were also with me. Convey me regards to all other at home. Take care. With love, Appo. ഇനി നമുക്ക് ആക്ടിവിറ്റി 10ലേക്ക് കടക്കാം. Prepare a magazine on the topic Save Planet Earth. You can include the following item in your magazine. Save Planet Earth. പ്ലാന്റ് എർത്തിനെ രക്ഷിക്കൂ എന്നീ വിഷയത്തെ ആസ്പദമാക്കി ഒരു മാഗസിൻ തയ്യാറാക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമായിരിക്കണം ഇതിൽ ഉണ്ടായിരിക്കേണ്ടത്? പോയം, സ്റ്റോറീസ്, പോസ്റ്റർ, സ്ലോഗൻസ്, റിഡിൽസ്, ഡിസ്ക്രിപ്ഷൻ, പെയിൻറ്റിംഗ്, ക്വയറ്റ്, വേൾഡ് പസിൽസ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം മാഗസിൻ തയ്യാറാക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം ചേർന്ന് ഈ മാഗസിൻ തയ്യാറാക്കൂ. ഇനി നമുക്ക് ആക്ടിവിറ്റി 11ലേക്ക് കടക്കാം. ഫൈൻഡ് ദി വേർഡ്സ് ദാറ്റ് കൺവേ ദി സെയിം ഐഡിയ ആൻഡ് റൈറ്റ് ദം ഇൻ ദി സ്പേസ് പ്രൊവൈഡ്. താഴെ കുറച്ച് വേർഡ്സ് നൽകിയിട്ടുണ്ട്. ആ വാക്കുകളുടെ അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ പറയുന്നത്. ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ സിയോണിം എന്ന് പറയുന്നു. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. വാക്ക്: മാർച്ച്, സ്ട്രൈഡ്, jog, circuit. Next one is stop, end, finish, pause, abstain. Fourth one is ask, request, beg, entreat, implore. Next one is decided, settle, determine, resolve, conclude. ഇനി നമുക്ക് ആക്ടിവിറ്റി 12ലേക്ക് കടക്കാം. Look at the following sentence. ഇവിടെ 3 സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. അവ എന്തെല്ലാമാണെന്ന് ശ്രദ്ധിക്കുക. എ. ദി ബോയ് വാക്കഡ് അലോങ് ദി പാത്ത്. ആ ബാലൻ വഴിയിലൂടെ നടന്നു എന്നാണ് എയിൽ പറഞ്ഞിട്ടുള്ളത്. ബി. ദി സ്റ്റഡി ബോയ് വാക്കഡ് അലോങ് ദി സ്റ്റോണി പാത്ത്. ആ ആരോഗ്യമുള്ള ബാലൻ കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ നടന്നു. സി. ദി യങ് ബോയ് ബെയർ ഫൂട്ടഡ് സ്റ്റഡി ബോയ് വാക്കഡ് അലോങ് ദി സ്റ്റോണി പാത്ത്. മൂന്നാമത്തെ ചോദ്യം എന്തെന്ന് വെച്ചാൽ, ആ ചെറുപ്പക്കാരനായ പാദരക്ഷകളിടാത്ത ആരോഗ്യമുള്ള ബാലൻ കല്ലുകൾ നിറഞ്ഞ വഴിയിലൂടെ നടന്നു എന്നാണ്. സിയുടെ താഴെയായി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. 1. വിച്ച് സെൻറ്റൻസ് ടെൽ യു മോർ അബൌട്ട് ദി പ്ലേസ് ആൻഡ് ദി ബോയ്. ഈ 3 സെൻറ്റൻസുകളിൽ നിന്ന് ഏത് സെൻറ്റൻസാണ് ആ ബാലനെ കുറിച്ചും ആ സ്ഥലത്തിനെ കുറിച്ചും കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്? ഏതാണത്? So the answer is C. The young barefooted steady boy walked along the stony path. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. Circle the words that give more information. മൂന്നാമത്തെ സെൻറ്റൻസ് ആണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് നമ്മൾ കണ്ടു. ഈ സെൻറ്റൻസിലെ മോർ ഇൻഫർമേഷൻ നൽകുന്ന വേർഡ്സ് സർക്കിൾ ചെയ്യുവാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെയ്തു നോക്കാം. രണ്ടാമത്തെ ആൻസറാണ് ഇത്. യങ്, barefooted, steady, stony. ഇതാണ് ഉത്തരം.
ഇനി നമുക്ക് ബി പാർട്ട് ചോദ്യം എന്താണെന്ന് നോക്കാം. ഹിയർ ഈസ് എ എക്സ്റ്റെൻഡ് ഫ്രം ദി സ്റ്റോറി ഹൗ ഫാർ ഈസ് ദ റിവർ, റീഡ് ഇറ്റ് കെയർഫുള്ളി. ഇവിടെ ഹൗ ഫാർ ഈസ് ദ റിവർ എന്ന കഥയിലെ കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധയോടു കൂടി വായിക്കുക. A trickle of water came from the hillside, and the boy stopped to drink. The water was cold and sharp, but very refreshing. However, it seemed to have the effect of making him more thirsty. The sun was striking his side of the hill, and the thirsty path because hotter, the stones scorching the boy's feet. He was sure he had gone off when he had backed for the hour and hour. ആ പാരഗ്രാഫിൻ്റെ അടിയിലായി ഒരു ക്വസ്റ്റ്യനും കൊടുത്തിട്ടുണ്ട്. എന്താണ് നമുക്ക് നോക്കാം. Now pick out the describing words and naming words from the extract and stick them on the bags given below. One each has been done for you. ഇനി ഈ എക്സ്ട്രാക്റ്റിൽ നിന്നും നെയിമിംഗ് വേർഡ്സും അതിനെ വിശദീകരിക്കുന്ന ഡിസ്ക്രൈബിംഗ് വേർഡ്സും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അവ കണ്ടുപിടിച്ച് ഇവിടെ നൽകിയിട്ടുള്ള ബാഗ്സിൽ ഫിൽ ചെയ്യുക. ഇനി നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. ഡിസ്ക്രൈബിംഗ് വേർഡ്സിൽ എന്താണുള്ളത്? കോൾഡ്. അതിൽ ഇനി രണ്ടെണ്ണം കൂടി കൂട്ടിച്ചേർക്കാം. സ്കോർച്ചിങ്, ഡിസി. നെയിമിംഗ് വേർഡ്സിലോ വാട്ടർ, പാത്ത്, ബോയ്സ് ഫീറ്റ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 3 കടക്കാം. റീഡ് ദി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പാത്ത് ആൻഡ് ടേക്ക് നോട്ട് ഓഫ് വേർഡ് ഇൻ ബോൾഡ്. ഇവിടെ കൊടുത്തിരിക്കുന്ന വിശദീകരണം വായിക്കുക. അവയിൽ ബോൾഡ് ആയി നൽകിയിരിക്കുന്ന വാക്കുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. നമുക്ക് നോക്കാം. The path to the river dropped steeply into the valley, then rose and went round the big mountain. It was frequently used by the villagers, the woodcutters, milkmen, and mule drivers, but there were no villages beyond the mountain or near the river. ഇവിടെ എന്തൊക്കെ വേർഡ്സ് ആണ് ബോൾഡ് ആയി നൽകിയിട്ടുള്ളത്? ടു, ഇൻടു, ബൈ, റൗണ്ട്, ബിയോണ്ട് ആൻഡ് നിയർ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. Look at the sentence. The path to the river dropped steeply. The path to the river dropped steeply എന്ന സെൻറ്റൻസ് നോക്കൂ. ഇവിടെ which word show the relation between the path and the river? ഇവിടെ പുഴയിലേക്കുള്ള വഴിയുടെ ബന്ധം കാണിക്കുന്ന ഏത് വേർഡ് ആണ് ഈ സെൻറ്റൻസിൽ ഉള്ളത്? ദി വേർഡ് ടു. നമുക്ക് പറയാം വേർഡ് ലൈക്ക് ടു, ഇൻടു, ബിയോണ്ട് എക്സെട്ര ആർ പ്രിപ്പോസിഷൻസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ. ദി പാത്ത് ടു ദി റിവർ, പുഴയിലേക്കുള്ള വഴി. ഇവിടുത്തെ പ്രിപ്പോസിഷൻ എന്താണ്? അതെ, ടു. സെക്കൻഡ് വൺ ഈസ് സ്റ്റീപ്ലി ഇൻ ടു ദി വാലി, താഴ്വരയിലേക്ക്. ഇവിടുത്തെ പ്രിപ്പോസിഷൻ എന്താകും? അതെ, ഇൻ ടു. യൂസ്ഡ് ബൈ ദി വില്ലേജേഴ്സ്, ഗ്രാമവാസികളാൽ ഉപയോഗിക്കപ്പെട്ടത്. ഇവിടുത്തെ പ്രിപ്പോസിഷൻ എന്തായിരിക്കും? അതെ, ബൈ. ബിയോണ്ട് ദി മൗണ്ടെയിൻ, മലക്ക് അപ്പുറം. ഇവിടത്തെയോ? യെസ്, ബിയോണ്ട്. നിയർ ദി റിവർ, പുഴയ്ക്ക് സമീപം. ഇവിടുത്തെ പ്രിപ്പോസിഷൻ എന്താണ്? അതെ, നിയർ. ഇനി നമുക്ക് ബി പാർട്ട് ചോദ്യം എന്താണെന്ന് നോക്കാം. സപ്ലൈ ദി മിസ്സിംഗ് പ്രിപ്പോസിഷൻ ഓൺ ദി സൈൻ ബോർഡ്. ഇവിടെ കുറച്ച് സൈൻ ബോർഡുകൾ നൽകിയിട്ടുണ്ട്. അവയിൽ മിസ്സായി പോയ പ്രിപ്പോസിഷൻ കണ്ടെത്തി എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഡു നോട്ട് പാർക്ക് ഡാഷ് ഡബിൾ യെല്ലോ ലൈൻസ്. ഡബിൾ യെല്ലോ ലൈൻസിന് മുകളിൽ വണ്ടികൾ പാർക്ക് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡബിൾ യെല്ലോ ലൈൻസിന് മുകളിൽ എന്ന് വരുമ്പോൾ ഏത് പ്രിപ്പോസിഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്? അതെ, ഓൺ. ഇനി നമുക്ക് രണ്ടാമത്തെ എന്താണെന്ന് നോക്കാം. ഡോൺ ഡ്രൈവ് ഡാഷ് ദി പാർക്ക്. പാർക്കിൽ ഡ്രൈവ് ചെയ്യരുത്. പാർക്കിൽ എന്ന് വരുമ്പോൾ ഏത് പ്രിപ്പോസിഷൻ ആയിരിക്കും വരുന്നത്? അതെ, ഇൻ. ഇനി നമുക്ക് മൂന്നാമത്തെ എന്താണെന്ന് നോക്കാം. വാക്ക് ഡാഷ് ദി റൈറ്റ്, ഡ്രൈവ് ഡാഷ് ദി ലെഫ്റ്റ്. റൈറ്റിലൂടെ നടക്കുക, ലെഫ്റ്റിലൂടെ വണ്ടി ഓടിക്കുക. റൈറ്റിലൂടെ, ലെഫ്റ്റിലൂടെ. ഇവിടെ ഏത് പ്രിപ്പോസിഷനാണ് വരുന്നത്? ഇവിടെ വരുന്ന പ്രിപ്പോസിഷനാണ് എലോങ്. അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. കീപ് എവേ ഡാഷ് വൈൽഡ് എനിമൽസ്. കാട്ടുമൃഗങ്ങളിൽ നിന്നും സുരക്ഷിതരായിരിക്കുക. ഇവിടെ വരുന്ന പ്രിപ്പോസിഷൻ ഏതായിരിക്കും? അതെ, ഫ്രം. അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈലി ഇൻഫ്ലേമബിൾ ഹാൻഡ്സ് ഡാഷ് കെയർ. ഇവിടെ വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അതെ, വിത്ത്. അവസാനത്തേത് എന്താണെന്ന് നമുക്ക് നോക്കാം. ബിവർ ഡാഷ് ഡോഗ്സ്. പട്ടികളെ സൂക്ഷിക്കുക. ഇവിടെ വരുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? അതെ, ഓഫ്. ഇനി നമുക്ക് സി പാർട്ട് ചോദ്യം എന്താണെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് പ്രിപ്പോസിഷൻസ്. ദി ഫസ്റ്റ് സെൻറ്റൻസ് ഈസ് ഗിവൺ ഫോർ യു.
ഇവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ചിത്രം നോക്കി പ്രിപ്പോസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചെയ്തു നോക്കിയാലോ? സോ ദി ആൻസർ ഈസ് ആൻ ഓൾഡ് മാൻ ഈസ് സിറ്റിംഗ് ഓൺ എ ബെഞ്ച്. ഒരു വൃദ്ധൻ ബെഞ്ചിന് മുകളിൽ ഇരിക്കുന്നു. എ ഗേൾ ഈസ് ഫ്ലൈയിങ് എ കൈറ്റ്. ഒരു പെൺകുട്ടി പട്ടം പറപ്പിക്കുന്നു. എ ബോയ് ഈസ് ലേയിങ് ഓൺ എ ഗ്രൗണ്ട്. ഒരു ബാലൻ ഗ്രൗണ്ടിന് മുകളിൽ കിടക്കുന്നു. അവൻ എന്താണ് ചെയ്യുന്നത്? ഹി ഈസ് റൈറ്റിംഗ് ഇൻ എ ബുക്ക്. അവൻ ബുക്കിൽ എഴുതുകയാണ്. ബേർഡ്സ് ആർ സിറ്റിംഗ് ഓൺ എ ട്രീ. പക്ഷികൾ മരത്തിനു മുകളിൽ ഇരിക്കുന്നു. എ നോട്ടീസ് ബോർഡ് ഈസ് ഹാങ് ഓൺ ദി ട്രീ ബിഹൈൻഡ് ദി ഓൾഡ് മാൻ. ആ വൃദ്ധനു പുറകിൽ മരത്തിനു മുകളിലായി ഒരു നോട്ടീസ് ബോർഡ് തൂക്കിയിട്ടിരിക്കുന്നു. ഇത്രയുമാണ് ഈ ചിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. ഇതോടുകൂടി നമ്മളുടെ ഇംഗ്ലീഷിലെ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും അടുത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം.